നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് യെസ് ഓർ നോ റീഡിംഗ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പേഴ്സണിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചോളൂ. അവർക്ക് ഇഷ്ടമുണ്ടോ എന്നാണോ, അല്ലെങ്കിൽ അവർ കമ്മിറ്റ്മെൻറ്റ് തരുമോ, എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആലോചിക്കാം. ഓക്കെ, 2 പൈൽ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, റോസ് കോഡ്സ് പൈൽ ഫസ്റ്റ് വൺ. ഓക്കെ, റോസ് കോഡ്സിൻ്റെ റോസ് ആണിത്. ആൻഡ് ഇത് രണ്ടാമത്തെ ലോട്ടസ്, ക്രിസ്റ്റൽ ലോട്ടസ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ചൂസ് ചെയ്യാം. യെസ് ഓർ നോ നമ്മൾ നോക്കും. നിങ്ങളുടെ മനസ്സിൽ എന്ത് ക്വസ്റ്റൻ ആയാലും ശരി, ആ രീതിക്ക്. ഓക്കെ, ആൻഡ് ഞാൻ ടാരോന്ന് കാർഡ്സ് എടുക്കും. അപ്പോൾ ടാരോന്ന് എടുത്തിട്ട് നമുക്ക് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്ന് ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം. ആൻഡ് നമുക്ക് ഓക്കെ, നമുക്കൊരു ഐഡിയ കിട്ടാൻ ആദ്യം നിങ്ങൾക്കൊരു യെസ് ആൻഡ് നോ തരാം. ഞാൻ ഇതിൽ 4 കാർഡ്സാണ്, ഇത് എപ്പോഴും ചെയ്യാറുള്ളതാണ്. യെസ്, 2 യെസ് ഉണ്ട്, ഇതിൽ 2 നോ ഉണ്ട്. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരുന്നത് എനിക്കും അറിയില്ല. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സോറി. ഓക്കെ ഓക്കെ, പൈൽ 1 പൈൽ 2 ഉണ്ട് ഇവിടെ. ഞാൻ മാറ്റും, നല്ല മാറ്റുണ്ടല്ലേ, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, പൈൽ 1കാർക്ക് ഒരു കാർഡ്, പൈൽ 2കാർക്ക് ഒരു കാർഡ്. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് പൈൽ 1 ആദ്യം നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ്റെ യെസ് ഓർ നോ ആൻസർ. അതായത് പേഴ്സൺ നിങ്ങളോട് ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ, കമ്മിറ്റ്മെൻറ്റ് തരുമോ, എന്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ ആയാലും ശരി, നമുക്ക് അതിൻ്റെ ഒരു ആൻസർ നോക്കാം. ഓക്കെ ഓക്കെ, സോറി, ഫസ്റ്റ് പൈൽക്കാർക്ക് ഇവിടെ ഒരു നോ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്നേഹമുണ്ടോ, ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചതാണെങ്കിൽ ഒരു നോ ആണ്. കമ്മിറ്റ്മെൻറ്റ് തരുമോ എന്നാണെങ്കിൽ നോ ആണ്. ഓക്കെ, അല്ല ഇനിയിപ്പം നിങ്ങൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിക്കുക, അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ അവരുടെ ലൈഫിൽ, തേർഡ് പാർട്ടി ഉണ്ടോ എന്നാണെങ്കിൽ അതിനും ഒരു നോ ആണ്. അപ്പോൾ അവിടെ നമുക്ക് പോസിറ്റീവാണിത് അല്ലേ. സോ സിറ്റുവേഷൻ ഇവിടെ നോ കാർഡാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ എടുക്കാം. ഏഞ്ചൽ ആൻസേഴ്സിൽ നിന്ന് കുറച്ചുകൂടി ഞാൻ ലാസ്റ്റിൽ ഒന്നും കൂടി എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സിറ്റുവേഷൻ നോക്കാം, എന്തായിരിക്കാം നിങ്ങൾ ചോദിച്ചത്, അതിനനുസരിച്ചിട്ട് കാർഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഈ നോ ആൻസർ എന്തുകൊണ്ടാണ് വന്നത്, എന്താ സംഭവം നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സോ കാര്യങ്ങളോ എന്താ വരിക, നമുക്ക് കാർഡ് വരുന്നതിനനുസരിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചാരിയറ്റ് ആണ്, ഫുൾ കാർഡ്, ക്വീൻ ഓഫ് സോർഡ്സ്. ഓക്കെ, ടവർ, 5 സോർഡ്സ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അകൽച്ചയെങ്കിലും ഉണ്ടാവും. അകൽച്ച അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്ന രീതിക്കായിരിക്കാം. തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്കാണ് കാണുന്നത്. സോ നിങ്ങൾ ഇനിയിപ്പോൾ റീയൂണിയൻ ഉണ്ടാവുമോ, തിരിച്ച് കോണ്ടാക്ട് വരുമോ എന്ന് ചോദിച്ചാണെങ്കിൽ നമുക്ക് നോ ആണ് വന്നത് ഇവിടെ. ഓക്കെ, കാരണം കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, എവിടെയോ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം ദേഷ്യം വന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തൊരു ദേഷ്യമുള്ള പോലെയും പറയാം. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം ചിലവർക്ക്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ദേഷ്യം എന്ന രീതിക്ക് പറയാം. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. സോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കാര്യം ഓക്കെ അവരെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന രീതിക്ക്, ഇത് പേഴ്സൻ്റെ ഭാഗത്ത് നിന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്തില്ലേ എന്നുള്ളത് നിങ്ങളുടെ ഇതാണ്. പക്ഷേ പേഴ്സണിന് തോന്നുന്നത് ഓക്കെ നിങ്ങൾ അവരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എന്തെങ്കിലും സംശയിച്ചു, ഡൗട്ട് ചെയ്തു, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി നിങ്ങൾ തമ്മിൽ എന്നാണ്. ഓക്കെ, അതിൻ്റെ പേരിലാണ് ഇവിടെ ഒരു ടവർ. ചിലവർക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം, ചിലവർക്ക് ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു അകൽച്ച എന്ന രീതിക്കെങ്കിലും വന്നിട്ടുണ്ടാവും, ചെറിയ സെപ്പറേഷനെങ്കിലും വന്നിട്ടുണ്ടാവാം. ഓക്കെ, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, തിരിച്ചു വരണം എന്ന രീതിക്ക് അവരുടെ മനസ്സിലുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുണ്ട്. ഫുൾ കാർഡാണ്, തിരിച്ചു വരണം എന്ന രീതിക്കുണ്ട്. ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ, നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ഉണ്ടെങ്കിൽ, ഇത് ഐ തിങ്ക് അവരുടെ മനസ്സിൽ തിരിച്ചു വരണം എന്നുണ്ട്. ബട്ട് മേ ബി അടുത്ത ഓക്കെ ഇപ്പോൾ അവർ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, ഇപ്പോൾ അവരെ ജോലിയിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. ആൻഡ് 2 പെൻഡിക്കിൾസ് ഉണ്ട്, കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. ഓക്കെ, മിസ്സിങ് എനർജി ഉണ്ട്. ഞാൻ ആക്ച്വലി കാർഡ്സ് തന്നെ എടുക്കാമല്ലോ. ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്ന സിനാരിയോ, നിങ്ങൾ ചോദിച്ചതിനിപ്പോൾ പേഴ്സൺ തിരിച്ച് വരുമോ, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുമോ, ഇന്ന് കോൺടാക്ട് ചെയ്യുമോ എന്ന് നിങ്ങൾ സ്പെസിഫിക് ആയി ചോദിച്ചോ എന്തോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നോന്ന് വന്നത്. ബട്ട് ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്, ഫുൾ കാർഡും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ റീസ്റ്റാർട്ടാണ് എനിക്ക് കാണുന്നത്. ബട്ട് ഐ തിങ്ക് അവർ ആ ഒരു ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ എനർജി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം നോന്ന് വന്നത്. ഇപ്പോൾ അവർ കോൺടാക്ട് വരില്ല എന്ന രീതിക്കായിരിക്കാം.
നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഹേർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഡൗട്ട് ചെയ്തിട്ടുണ്ടാവാം, അവരെ സംശയിച്ചിട്ടുണ്ടാവാം, അവർക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കാണാൻ എന്തെങ്കിലും മീറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും അവരോട് ചോദ്യം ചെയ്തിട്ടുണ്ടാവാം. ആ പേരിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പേഴ്സണിന് വരണം എന്നുണ്ട്, നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നും ആഗ്രഹമുണ്ട്. ബട്ട് എവിടെയോ ഒരു ചെറിയൊരു ഉടക്ക്, ഒരു പ്രശ്നം എന്ന രീതിക്കാണ് കാണുന്നത്. ലെറ്റ്സ് സീ വേറെന്താ കിട്ടുന്ന കാർഡ്സ്. ഓക്കെ, യെസ്, 9 of Swords, King of Pentacles, Hermit, സൈലന്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ. 4 of Pentacles, ഹോൾഡ് ബാക്ക് ചെയ്യാണ്. 5 Wands, അഗൈൻ ആൻഡ് അഗൈൻ അവർക്ക് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് ഉണ്ട്. തിരിച്ചു വരും, ജസ്റ്റിസ് നടക്കും. ഓക്കെ, അവർ തിരിച്ചു വരും, പക്ഷെ കുറച്ച് സമയം എടുക്കും എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, ഒരല്പം സമയം എടുക്കും. നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ ഇപ്പം തന്നെ പേഴ്സൺ ഇപ്പം നാളെ കോൺടാക്ട് ചെയ്യോ, മറ്റന്നാൾ കോൺടാക്ട് അങ്ങനെ വല്ലതും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ അവർക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തരുമോ എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ടാവും. കമ്മിറ്റ്മെൻറ്റ് മേ ബി ചിലവർക്ക് ഇവിടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് നോ എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതിൽ. കാരണം കാർഡ്സ് അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ അവർ കുറച്ച് ടെൻഷനിലാണ്. ഓക്കെ, അവർ ലൈഫിൻ്റെ കാര്യങ്ങളിൽ വലിയ ടെൻഷനിലായിരിക്കാം. അവരുടെ പേഴ്സണൽ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായ വഴക്കിനെ കുറിച്ച് ഓർത്ത് അവർ ടെൻഷനിൽ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇവിടെ വളരെയധികം. അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്, അവർ സൈലന്റ് ആണ് എന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് മറുപടി തരുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവർ റിപ്ലൈ തരുന്നുണ്ടാവില്ല. ഓക്കെ, ചിലവർക്ക് ബ്ലോക്ക്ഡ് ആയിരിക്കാം സിറ്റുവേഷൻ, അല്ലെങ്കിൽ ചിലവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ സൈലൻസ്, മാറി നിൽക്കൽ. ഓക്കെ, ഒരു വീണ്ടും സെയിം കോമ്പറ്റീഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഐ തിങ്ക് ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ഡൗട്ട് അടിച്ച് നിങ്ങൾ ചോദിച്ചായിരിക്കാം, അതിനൊരു ആൻസർ തരാതെ അവർ മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചെയ്തു എന്നുള്ളത്, അങ്ങനെ എന്തോ ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമ്മൾ സംസാരത്തിൻ്റെയും ഒരു ട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുക. സോ ഇവിടെ ഐ തിങ്ക് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ് മെയിനായിട്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല പേഴ്സണിൻ്റെ മേലെ. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ട്രസ്റ്റ് ഉണ്ടാവില്ല. രണ്ടും ആവാം, ഏത് സിറ്റുവേഷൻ ആയാലും. എന്തായാലും ഇവിടെ അവർ ഇന്ന് രാത്രി അവർക്ക് ശരിക്കും ഒരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് അവർ. ഓക്കെ, ആലോചിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ സൈലൻ്റ് ആയിരുന്ന നൈറ്റ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നമ്മൾ കമ്മിറ്റ്മെൻ്റ് കാര്യമാണ് പറയുക. ഓക്കെ, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിക്കാണ് പറയുക. ആൻഡ് അവർ പക്ഷെ ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ്. അവർക്ക് അത് അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ തന്നെ അവർ ഹോൾഡ് ബാക്ക് ചെയ്യണം. പക്ഷേ ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, വളരെയധികം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്ട്രോങ് ഫീലിങ്സ് ആണ്. കിങ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ് ആണ്, ജസ്റ്റിസ് ആണ്. നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ലേശം സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. ഏസ് ഓഫ് കപ്സും ഉണ്ട്. സോ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരും. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നോ ആൻസർ നമുക്ക് തൽക്കാലത്തേക്ക് നോ എന്നെടുക്കാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് നോ, മേ ബി കുറച്ച് സമയത്തിൻ്റെ ആയിരിക്കാം, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം ഐ തിങ്ക് എനർജി നമുക്ക് ഫീൽ ചെയ്യാം. 555 ഒരുപാട് വന്നിട്ടുണ്ട്. സോ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ചേഞ്ചസ് വരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരാനുള്ള സമയമായിരിക്കും. ഓക്കെ, വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരും. നിങ്ങൾ തമ്മിൽ കാണാനോ സംസാരിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. ബട്ട് അതിനൊരു നമ്മൾ പറയില്ലേ, ഒരു ചെറിയൊരു സമയം ഡിലേ, ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒരു നോ ആയിരിക്കാം. ലെറ്റ്സ് സീ, നമുക്കിതിൽ നോടി റിക്കവറി. യെസ്, ഓക്കെ, ഗുഡ്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയില്ല, ടേക്ക് ആക്ഷൻ. ഓക്കെ, ആൻഡ് സക്സസ്. ഇത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരും. ഓക്കെ, ബിഗ് ഹാപ്പി ചേഞ്ചസ്. പിന്നെന്താ വേണ്ടത്? ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും റീസ്റ്റാർട്ട് വരും, കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഇത് വലിയ പേടിക്കാനുള്ള പോലെ ഒന്നുമില്ല, സ്ട്രെസ് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഐ തിങ്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ്. ഓക്കെ, മേ ബി അവർ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് അവരൊന്ന് തീരുമാനം എടുക്കാനുണ്ടാവും. 2 പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണോ, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണോ എന്ന് അവർ തീരുമാനിക്കട്ടെ. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, അവരെ ഒഴിവാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരണോ എന്ന രീതിയിൽ ചിന്തിക്കട്ടെ. ഓക്കെ, സമയം കൊടുത്തേക്ക് അവർക്ക്. ആൻഡ് എന്തായാലും ഇവിടെ നിങ്ങളോട് ഓക്കെ, ടേക്ക് ആക്ഷൻ എന്നും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയും. ഞാൻ അത് എക്സ്പ്ലെയിനേ ചെയ്തില്ല. ഗ്രേറ്റ്, സോറി. റിക്കവറിയാണ്. റിക്കവറി എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിന്യൂവൽ എന്ന രീതിക്ക് പറയാം. ആൻഡ് നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആവും. ഓക്കെ, ആൻഡ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കറിയാം. ഓക്കെ, കാര്യങ്ങൾ ഐ തിങ്ക് നിങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും ഓൾറെഡി. ഓക്കെ, ടേക്ക് ആക്ഷൻ എന്നുമുണ്ട്. മേ ബി നിങ്ങൾ അവരോടൊന്ന് ഐ തിങ്ക് സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവും. പക്ഷെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. ഓക്കെ, അവർക്കൊരു ഇതുണ്ട്, നിങ്ങൾ അവരോട് സംസാരിച്ച രീതി അവർക്ക് ഇഷ്ടമായില്ല, എന്തോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ സമാധാനമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ആൻഡ്
യെസ്, ഇവിടെ തൽക്കാലത്തേക്ക് നോ എന്നെടുത്താൽ മതി. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തേർഡ് പാർട്ടി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഒരു നോ ആൻസർ ആണ് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ, വേറെ എന്തെങ്കിലും പേഴ്സൺ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നോ ആണ്. അല്ല നിങ്ങളോട് തിരിച്ച് വരുമോ, കോൺടാക്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തേക്ക് നോ ആണ്, പക്ഷെ വരും, തിരിച്ച് വരും. ഓക്കെ, നമ്മുടെ കാർഡ്സ് പ്രകാരം വരും, ടൈം എടുക്കും എന്ന് മാത്രം. ഓക്കെ, സോ ലെറ്റ്സ് ലീവ് ഇറ്റ്, അങ്ങനെ വിട്ടേക്കാം. സെക്കൻഡ് പൈലിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈലുകാർക്ക് എന്താ വരുന്നത് നമുക്ക് ഇതിവിടെ ഇത്തിരി നീക്കിയേക്കാം, ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെക്കൻഡ് പൈൽ യെസ് ഓർ നോ. നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം, യെസ് ആണോ നോ ആണോ നോക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു യെസ് ആണ്, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ സെക്കൻഡ് പൈലുകാർക്ക് നിങ്ങൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു യെസ് ആണ്, ബിഗ് യെസ്. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യുമോ നിങ്ങളുടെ പേഴ്സൺ? യെസ്. നിങ്ങളോട് ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ? യെസ് ഉണ്ട്. ഓക്കെ, വേണ്ട, ഞാൻ നെഗറ്റീവ് പറയുന്നില്ല, എന്തിനാ വെറുതെ അല്ലേ, നല്ല കാർഡല്ലേ. സോ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ക്വസ്റ്റൻ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് വല്ല നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ആണ്. ഓക്കെ, സൂക്ഷിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഐ ഹോപ്പ് അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം, എന്താ വരുന്നത് നോക്കാം. ടാരോ ഒന്ന് എനർജി എന്താ പിക്ക് ചെയ്യുന്നത്? ഓക്കെ, പേജ് ഓഫ് സോർഡ്സ്, 6 of swords, 7 of pentacles, 9 of swords, 8 of wands and death. ഓക്കെ, ഡെത്ത് കാർഡാണ് ഇവിടെ. ഓക്കെ, ഇവിടുത്തെ എന്തായാലും നമുക്ക് യെസ് ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. പേജ് ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ ആക്ഷൻ എടുക്കുക എന്ന രീതിക്കും പറയാം. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും നിങ്ങൾ ടുവേർഡ്സ്. ഓക്കെ, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് വരും എന്ന് പറയാം. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഒരു കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്ന രീതിക്ക് അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവർക്ക് ഐ തിങ്ക് ചില ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും അവരുടെ ലൈഫിൽ. ഓക്കെ, അവർ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. ചില കാര്യങ്ങളിൽ അവർ സ്ട്രെസ് ഉണ്ട് അവർക്ക്. ഓക്കെ, ചില കാര്യങ്ങളിൽ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഫസ്റ്റ് പൈലിലും വന്നിരുന്നു. സോ ഐ തിങ്ക് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ എനർജി ആണോ എന്നറിയില്ല. എനിവേ, ഇവിടെ 8 of wands ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരും എന്ന് തന്നെയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെത്ത് മേ ബി നിങ്ങൾ തമ്മിലൊരു എൻഡിങ് നടന്നിട്ടുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു റീബർത്ത് വരും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. കുറച്ചുകൂടി കാണിച്ചെടുത്തേക്കാം. ഇവിടെ എന്താണ് നിങ്ങളുടെ സിനാരിയോൻ്റെ കാര്യങ്ങൾ എന്താണ്? 3 of pentacles, page of cups, 4 of pentacles, ace of swords, 10 of wands. Okay, and ace of cups. Wow, good. ഒരു ശരിക്കും നിങ്ങളോട് ഫീലിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളോടൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളടുത്തൊരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്നേഹം, അട്രാക്ഷൻ എന്തൊക്കെ തന്നെയായാലും അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, അവരിപ്പോൾ മനസ്സിൽ ഒരുപാട് അവർ ഫീലിങ്സ് ഓവർഫ്ലോ ചെയ്യുന്നു എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഇവിടെ ഒരു ആക്ഷൻ എടുക്കുന്നത് അഗൈൻ ഏസ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ഈ കാര്യത്തിൽ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ക്ലാരിറ്റിയോടെ ഒരു ആക്ഷൻ എടുക്കും നിങ്ങളുടെ അടുത്തൊക്കെ. ഓക്കെ, പേജ് ഓഫ് സോർട്സും വന്നു, ഏസ് ഓഫ് സോർട്സും ഉണ്ട്. സോ അവരൊരു തീരുമാനമെടുത്ത്, ഓക്കെ, ഒരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അവർ മുൻപ് ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങൾ അവർ മനസ്സിൽ വെച്ചിരുന്നിട്ടുണ്ട്. ചിലത് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. അവരെന്താണ് മനസ്സിലുള്ളതെന്ന് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അവർക്ക് ഫീലിങ്സ് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് സോർട്സും നിങ്ങളോട് ഒരു കമ്മിറ്റഡ് ആയിട്ട് മുന്നോട്ട് വേണം എന്ന രീതിക്ക് തന്നെയാണ്. 3 of pentacles ആണ്. സോ നമ്മൾ പറയുന്ന ഒരു ബിസിനസ് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന രീതിയിലാണ്. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് പേജ് ഓഫ് കപ്സും ഉണ്ട്. സോ ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ എല്ലാം ഉണ്ട് അവർക്ക് നിങ്ങളോട്. ഏസ് ഓഫ് കപ്സ് ഒക്കെ ആണ്. സോ വളരെ അവർക്ക് സ്ട്രോങ് ഫീലിങ്സ് തന്നെയാണ് നിങ്ങളോടുള്ളത്. ഓക്കെ, അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങളുടെ അടുത്ത്. പക്ഷെ അവർക്ക് ചില ബേർഡൻസ് ചെയ്ത് ഞാൻ പറഞ്ഞു ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബിസിനസ്സിൽ വല്ല ലോസ് ആയിരിക്കാം, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, മണി ഇഷ്യൂസ് ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് ചിലവർക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒരുപാട് നടക്കുന്നുണ്ടാവും. ആ കാര്യങ്ങൾ ഇവിടെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു ബേർഡൻ ആയിരിക്കും അവരുടെ മേലെ. അവരുടെ മേലെ ചില റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറയാം. ഫാമിലിയുടെ അല്ലെങ്കിൽ ജസ്റ്റ് വീട്ടുകാരുടെ, വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് ആണ്. കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം. എന്തായാലും യെസ് കാർഡ് നമുക്ക് ഓൾറെഡി വന്നിരുന്നു. സോ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇപ്പോൾ സപ്പോസ് അവർക്ക് ഇഷ്ടമുണ്ടോ എന്നാണെങ്കിൽ യെസ്, അവർക്ക് സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് ഉണ്ട്. അവർക്ക് നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്.
അവർ കമ്മിറ്റഡ് ആണ്, നിങ്ങളോട് ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് സീ നൈറ്റ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ്, ഓ മൈ ഗോഡ്, 3 ഏസ് ആയി ഇപ്പോൾ നമ്മൾ കാണുന്നു. 5 കപ്സ്, ഓക്കെ. യെസ്, അവർക്ക് ചെറിയ ഓക്കെ 2 ഓഫ് കപ്സ്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ, ഹൈറോഫാൻറ്റ്. ചിലവർക്ക് മാരേജ് കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും അല്ല. ഓക്കെ, എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയതാണ്. നിങ്ങൾക്ക് യെസ് 4 വോൺസും, എൻ്റെ അമ്മേ. ഓക്കെ ഓക്കെ, വളരെ പോസിറ്റീവ് പൈലാണ്. യെസ്, നമുക്ക് ഓൾറെഡി വന്നിരുന്നു. യെസ്, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരും. ചിലവർ മാരേജ് നിങ്ങൾക്ക് സാധിക്കുന്നവർക്ക്, സിംഗിൾസ് അല്ലെങ്കിൽ മാരീഡ് അല്ലാത്തവർക്കൊക്കെ നിങ്ങൾക്ക് മാരേജ് വരാനുള്ള സാധ്യതയാണ്. കമ്മിറ്റ്മെന്റ് തരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. ചെറിയ എന്തോ ഒരു പെട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ലേശം അവർക്ക് തടസ്സങ്ങളുണ്ട്. അത് ഫൈനാൻഷ്യൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈനാൻഷ്യൽ ലോസസ് ആയിരിക്കാം. ഓക്കെ, അവർ ചില നഷ്ടത്തിൻ്റെ ഒരു ഫീലിങ്സ് ഇവിടെ കാണുന്നുണ്ട്. ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, അവർ ആക്ഷൻ എടുത്ത് വരും. ഓക്കെ, അവർ ഇതുവരെ നിങ്ങളടുത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ നൈറ്റ് ഓഫ് സോർട്സ് നമ്മുടെ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. സോ മുമ്പ് നിങ്ങളടുത്ത് ഒരു ഇൻ ആൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റഡി ആയിട്ട് നിന്നിട്ടില്ലെങ്കിൽ, ഇനി അവർ പക്ഷെ ഒരു സ്റ്റഡി ഓഫറുമായിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഏസ് ഓഫ് സോർട്സ്, ഏസ് ഓഫ് പെന്റിക്കിൾസ്, ഒരു ക്ലാരിറ്റി, ട്രൂത്ത്, കമ്മിറ്റ്മെൻറ്റ്, ഓക്കെ, എല്ലാം പറയാം നമുക്ക്. ഓക്കെ, ആക്ഷൻ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആക്ഷൻസ് അവർ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. 2 ഓഫ് കപ്സ് ആണ്. ഇനി എന്താ വേണ്ടത്? 2 ഓഫ് കപ്സ്, സോൾമേറ്റ് കണക്ഷൻ അല്ലേ. ആൻഡ് ഹൈറോഫൻറ്റും ഉണ്ട്, മാരേജ് കാർഡാണ്. അഗെയിൻ 4 ഓഫ് വോൺസും മാരേജ് കാർഡാണ്. ആൻഡ് 8 ഓഫ് സോർട്സ് മാത്രമുണ്ട് ഇവിടെ ഇടയിൽ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരും. ഐ തിങ്ക് അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്ക് ആണെങ്കിൽ ഐ തിങ്ക് അതിനെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരും. ഓക്കെ, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരും. എന്തിലാണ് അവർ സ്റ്റക്ക് എന്ന് അവർ പറഞ്ഞു തരാൻ പറയും. ഓക്കെ, നിങ്ങളുടെ അടുത്ത് അകന്നിട്ട് എന്തെങ്കിലും ഇടയിലൊന്ന് അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറയും നിങ്ങളോട് ദാറ്റ് ഓക്കെ ഇന്ന കാര്യം കൊണ്ടാണ്, അത് ശരിയാക്കിയിട്ട് നമ്മൾ ഒന്നാവാം എന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏഞ്ചൽ ആൻസേഴ്സിനും കൂടി ഞാൻ ലേശം ഇങ്ങനെ പിടിച്ചിട്ട് ഷഫിൾ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ ഏഞ്ചൽ ആൻസേഴ്സിന് കൂടി നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം. അവരുടെ ഈ യെസ് കാർഡിന് നമുക്ക് എന്താണ് കണക്ഷൻ കിട്ടുന്നത് നോക്കാം. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് പേഴ്സൺ ഇവരെ വ്യൂവറിൻ്റെ ക്വസ്റ്റ്യന് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ. ഡോണ്ട് സ്റ്റോപ്പ്, ഗുഡ്. ഇൻ ദ നിയർ ഫ്യൂച്ചർ, വെരി ഗുഡ്. ട്രസ്റ്റ്, യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ട്രസ്റ്റ് ആൻഡ് റിമെയിൻ പോസിറ്റീവ്. നിങ്ങളോട് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് ട്രസ്റ്റ് ചെയ്യാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആക്ച്വലി നിയർ ഫ്യൂച്ചറും ഉണ്ട്, വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സും ഉണ്ട്. ഇത്രയൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി ഇത് ആക്ഷൻ വളരെ സ്ട്രോങ് ആക്ഷൻസ് ആണ് കാണുന്നത്. സോ ഇത്രയും സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഓക്കെ, പെട്ടെന്ന് വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം വരും. യെസ് ആൻസർ തന്നെയാണ്. ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വിട്ടുമാറേണ്ട കാര്യമൊന്നുമില്ല. ഇത് റീബിൽഡ് ആവും. നിങ്ങൾ തോന്നുന്നുണ്ടാവും ഇത് കഴിഞ്ഞു, എൻ്റെ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഇല്ല, ആയിട്ടില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്തായാലും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടും. ചിലവർക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ കോൺടാക്ട് വരും. സോൾമേറ്റ് കണക്ഷൻ, ഡീപ്പ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ആക്ച്വലി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇവിടെ പ്രോബ്ലംസ് ഫൈനാൻഷ്യൽ ആണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, അവർ എത്തും. പക്ഷെ അവരതൊക്കെ ഒന്ന് ശരിയാക്കി നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. വെരി ഗുഡ്. ഓക്കെ, സോ പൈൽ 2 പേർക്ക് ഇതാണ് നമുക്ക് റീഡിങ്. ഓക്കെ, ഇന്നത്തെ ജസ്റ്റ് ഒരു എന്നൊരു യെസ് ഓർ നോ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.